നിയമസഭാ കയ്യാങ്കളി കേസിൽ CPM-ന് തിരിച്ചടി. വനിതാ MLA-മാരെ കയ്യേറ്റം ചെയ്തെന്ന കേസ് റദ്ദാക്കി. UDF MLA-മാരായ K. ശിവദാസൻ നായർ, ഡൊമിനിക് പ്രസന്റേഷൻ, MA വാഹിദ്, AT ജോർജ് എന്നിവരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കുകയായിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മുൻ നാട്ടിക MLA ഗീതാ ഗോപിയാണ് പരാതിക്കാരി. ഇതോടെ നിയമസഭാ കയ്യാങ്കളി കേസിൽ ഇനി ഒരു കേസ് മാത്രമാണ് നിലനിൽക്കുക. ഇതോടെ ഇടത് MLA-മാർ വിചാരണ നേരിടേണ്ടി വരും. സ്ത്രീത്വത്തെ അപമാനിച്ച കേസ് റദ്ദാക്കിയതോടെ ഒറ്റ കേസായി വിചാരണ നടക്കും. ഈ കേസ് അടുത്ത മാസം 16-ന് തിരുവനന്തപുരം CJM കോടതി പരിഗണിക്കും. അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന KM മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് തടസ്സപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ധനകാര്യമന്ത്രിയെ നിയമസഭയിൽ കയറ്റില്ല എന്ന് വാശി പിടിച്ച അന്നത്തെ പ്രതിപക്ഷം നിയമസഭ അലങ്കോലപ്പെടുത്തുകയായിരുന്നു. MLA ആയിരുന്ന മുൻ മന്ത്രി V. ശിവൻകുട്ടി സ്പീക്കറുടെ ഡയസിൽ കയറി സ്പീക്കറുടെ കസേര വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.